ആളുകൾ 40+ ആകുമ്പോഴാണ് ജിമ്മിലേക്ക് പോയി തുടങ്ങുന്നത്, കാരണം ഹെൽത്ത് അവെയർ ആവുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ പോയി മാരകമായി എക്സസൈസ് ചെയ്ത് തുടങ്ങിയത് പ്രശ്നം ആവണമെന്നില്ല. അതിന് പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഇറ്റ് കുഡ് ബി ലൈക്ക് 1 in 1 lakh സംതിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് വാർത്തയാവുന്നത് മാത്രമേ ഉള്ളൂ. ഈ പെർസെൻറ്റേജ് ഓൾവേസ് അന്ന് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം. ബട്ട് ടുഡേ ഇറ്റ്സ് മോർ കുറച്ചും കൂടി ഫ്ലാഷി ആവുന്നു ന്യൂസും കാര്യങ്ങളൊക്കെ. ആൻഡ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ ഇന്നത്തെ കാലത്താണ് കൂടുതൽ വർദ്ധിച്ച് വരുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ ജിം അസോസിയേഷനും ജിം ട്രെയിനേഴ്സും ഒക്കെ കുറച്ചും കൂടി ഇതിൽ ട്യൂൺഡ് ആവണം. അവരെ ക്ലയൻസിനൊക്കെ ഫസ്റ്റ് സ്ക്രീൻ ചെയ്യുക, എന്നിട്ട് കുറച്ച് അറ്റ് റിസ്ക് ആയിട്ട് തോന്നുന്ന ആൾക്കാർക്ക് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഒരു ഹെവി വർക്കൗട്ടോ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വർക്കൗട്ടോ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നു, നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഉറക്കത്തിൽ രാവിലെ ഉറങ്ങാൻ കിടന്നു, രാവിലെ എഴുന്നേൽക്കുന്നില്ല, സൈലന്റ് അറ്റാക്കാണ്. ഈ സൈലന്റ് അറ്റാക്കും സാധാരണ ഒരു അറ്റാക്ക്, പെയിൻ വന്നിട്ടുള്ള അറ്റാക്കും എന്താ അതിന് ഡിഫറൻസ് എന്താണ്? ഈ സൈലന്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നോർമലി 70 to 80% ആൾക്കാർക്ക് ഹൃദയാഘാതം വരുമ്പോൾ കഠിനമായൊരു വേദനയാണ് അനുഭവപ്പെടുക. അപ്പോൾ നമ്മൾ സെൻട്രൽ ചെസ്റ്റ് പെയിൻ എന്ന് പറയും. ഈ നടുവിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ കൈയിലോട്ട് വേദന അല്ലെങ്കിൽ കഴുത്തിലോട്ട് പോകുന്നൊരു വേദന ആവാനാണ് കൂടുതൽ സാധ്യത. 20 to 25% ആൾക്കാർ, 20-25% ആൾക്കാർക്ക് വേദന ഉണ്ടാവില്ല. അത് ഡയബറ്റിക്സ്, സ്മോക്കേഴ്സ് ആൻഡ് എൽഡർലി ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. അത് ആക്ച്വലി വളരെ മോശമായിട്ടുള്ളൊരു ബാഡ് ലക്ക് എന്ന് നമ്മളെപ്പോഴും പറയുന്നൊരു സംഗതിയാണ്. ഈ വേദന അനുഭവിക്കാത്തതുകൊണ്ട് പേഷ്യൻ്റ് സഫറിങ് കുറവാണ്. പെട്ടെന്ന് അറ്റാക്ക് വരുമ്പോൾ ഒന്നും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലോട്ട് എത്തിപ്പെടാനും ഡയഗ്നോസ് ചെയ്യാനും വളരെയധികം ലേറ്റ് ആകുമ്പോൾ ഒത്തിരി ഡാമേജ്, ഹാർട്ട് മസിൽ ഡാമേജ് സംഭവിച്ചതിന് ശേഷം മാത്രം നമ്മളെടുത്ത് എത്താറുള്ളൂ. അപ്പോൾ നമുക്ക് ആ ലൈഫ് സേവിങ് ഇന്റർവെൻഷൻസ് ഒക്കെ ചെയ്യാൻ പ്രീ സിംറ്റംസ് കാണിക്കുമോ? നമുക്കിപ്പോൾ തീർച്ചയായും അതിൽ എന്ന് വെച്ചാൽ യൂഷ്വലി എല്ലാവരും നെഗ്ലക്ട് ചെയ്യുന്ന കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. ഇൻഫാക്ട് എല്ലാ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് അല്ലെങ്കിൽ ഇൻഫാക്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പ് പ്രീ ഇൻഫാക്ട് സിംറ്റംസ് എന്ന് പറയും. അതായത് ഒരു വാർണിംഗ് സൈൻസ് ഉണ്ടാവും. അത് മുമ്പ് അനുഭവിക്കാത്തൊരു, ഈ വേദന വരാൻ വിധിച്ച ആൾക്ക് വേദന തന്നെ വരും. അതിൻ്റെ ഒരു ചെറിയ രൂപം, ഒരു ട്രെയിലർ, ഒരു വാർണിംഗ് സൈൻ. പക്ഷെ അത് നമ്മൾ ഗ്യാസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. മറ്റേത് ഈ സൈലന്റ് ആണെങ്കിൽ ഒരു നെഞ്ഞത്തൊരു ഭാരം, സം ഹെവിനെസ്, ഒരു വെയിറ്റ് വെച്ച് പോലെ തോന്നുക, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഒരു കിതപ്പ് അനുഭവപ്പെടുക. അത് ഒരു പുതിയൊരു സിംറ്റം ആണെങ്കിൽ ഓക്കെ, അത് തീർച്ചയായും നമ്മളത് ചെക്കപ്പ് ചെയ്യണം എന്നാണ് ഒരു മെസ്സേജ് കൊടുക്കേണ്ടത്. ബിക്കോസ് യൂഷ്വലി നമുക്കിപ്പോൾ എൻ്റെ ICUയിൽ ഇപ്പോൾ ഒരു 15-20 പേഷ്യൻറ്റ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരികയാണെങ്കിൽ ഒരു 75% ആൾക്കാർ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളടുത്ത് വരാറ്. ബിക്കോസ് നമുക്കത് ഗ്യാസ് ആണ് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഗ്യാസ് ആണോ എന്ന് അറിയാൻ വല്ല വഴിയൊന്നുമില്ല. ഇത് രണ്ടും തമ്മിൽ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധാരണക്കാരന് പറ്റില്ല. സാധാരണക്കാരന് പറ്റും. അതെങ്ങനെ വെച്ചാൽ സ്ഥിരം ഗ്യാസ് വരുന്ന ആളാണെന്ന് വിചാരിക്കും. എപ്പോഴും ഭക്ഷണം കഴിക്കുക, എണ്ണ, ഒരു ഫ്രൈഡ് ഫുഡ്, വറുത്ത അല്ലെങ്കിൽ പൊരിച്ച സാധനം കഴിക്കുമ്പോൾ നെഞ്ഞരിച്ചിൽ വരുന്നു. അപ്പോൾ അത് അയാൾക്ക് സ്ഥിരം വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുതിയൊരു സിംറ്റം വരുമ്പോൾ, മുൻപ് അനുഭവിക്കാത്തൊരു ലക്ഷണം വരുമ്പോൾ നെഞ്ചത്ത്, എന്നിട്ട് അത് അയാൾക്ക് തന്നെ തോന്നും അതൊരു പുതിയൊരു ലക്ഷണമാണ്, അത് പോയിട്ട് ചെക്കപ്പ് ചെയ്യണം എന്നാണ്. ഒരു ECG എടുക്കുക, ഒരു ഡോക്ടറെ കാണാം, അത് വലിയ സംഭവമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർട്ടാണോ, ഹാർട്ടിന് പ്രശ്നമാണോ, എല്ലാ ഗ്യാസ്ട്രിക് ഇഷ്യൂ ആണെന്ന് തിരിച്ചറിയാനുള്ളൊരു വളരെ അധികം ഫെസിലിറ്റീസ് ഉള്ളൊരു കാലമാണ് നമ്മൾ. ഇപ്പോൾ ഈ ഹൃദ്രോഗം സർവ്വസാധാരണമായി മാറുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്? നമ്മൾ വളരെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഉള്ള കാലഘട്ടത്താണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇസ് ഗോയിങ് വെരി റാപ്പിഡ്ലി എന്ന്. നമ്മളിപ്പം ഒരു 10 years ബാക്ക് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ ഒത്തിരി നമ്മുടെ കയ്യിൽ ഇന്ന് നമുക്ക് പേഷ്യൻസിനും നമ്മളെ ജനങ്ങൾക്ക് ഓഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പം ഡയഗ്നോസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്കോ, ട്രെഡ്മില്ലിൻ്റെ പുറമെ തന്നെ നമുക്കൊരു CT ആൻജിയോഗ്രാം ഉണ്ട്, ഈസി ടു ഡയഗ്നോസ്. കുറേ ന്യൂക്ലിയർ ഇമേജിങ് ടെസ്റ്റ് ഉണ്ട്. ദാറ്റ്സ് ഓൾ പുതിയ ഈ ടെക്നോളജീസ്. നമുക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടോ ഇല്ലേ ഡയഗ്നോസ് ചെയ്യാൻ. ആൻജിയോഗ്രാം ഒക്കെ ചെയ്തൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള, പണ്ട് നമുക്കിപ്പോൾ ഒരു 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി കാണാണ്ട് തന്നെ നമുക്ക് പറയാം ബൈപ്പാസ് സർജറി ചെയ്യണം. ഇന്ന് നമുക്ക് നല്ല നല്ല മരുന്നുകൾ വന്നിട്ടുണ്ട്. നമ്പർ 1, നല്ല നല്ല മെഡിസിൻസ് വന്നിട്ടുണ്ട്. സർജറിക്ക് പോവാതെ തന്നെ നമുക്ക് നല്ല നല്ല മെഡിസിൻസ് വന്നിട്ടുണ്ട്. ആൻഡ് നമ്പർ 2, ബ്ലോക്ക് മാറ്റേണ്ടി വന്നാൽ തന്നെ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് കുറേ ടെക്നീക്സ് ഇപ്പം വന്നിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ
കാൽഷ്യം അടിഞ്ഞ ബ്ലോക്കുകൾക്ക് ആയിരുന്നു ഒരു കാലത്ത് ഭയങ്കര ഡിഫിക്കൽട്ട്. ആൻജിയോപ്ലാസ്റ്റി നമുക്ക് ചെയ്യാൻ പറ്റില്ല, സർജറി ഓപ്പൺ സർജറി മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇന്ന് കാൽഷ്യം പൊട്ടിക്കാൻ നമ്മുടെ കയ്യിൽ റോട്ടാബ്ലേഷൻ പറഞ്ഞ ഡ്രില്ലിംഗ് സാധനമുണ്ട്, ഓർബിറ്റൽ അത്രെക്ടമി ഉണ്ട്, ലേസർ ഉണ്ട്. സോ മെനി തിങ്സ് ആർ ദേർ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെൻറ്റ്സ് ഉണ്ട് ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റെൻറ്റ് ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്. അതായത് മെഡിക്കേറ്റഡ് ബലൂൺ പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് സ്റ്റെൻറ്റ് ഇല്ലാതെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ എക്സൈറ്റിംഗ് ടെക്നോളജിയാണ് നമ്മുടെ കയ്യിൽ. ആൻഡ് എവറി ഇയർ ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ട് വരുന്നൊരു സംഗതിയാണ്. പക്ഷേ ഇതൊക്കെ എക്സ്പെൻസീവ് ആണെന്നുള്ള പ്രശ്നമുണ്ട്. എക്സ്പെൻസീവ് ഈസ് ബിക്കോസ് നമ്മളിപ്പം ഈ റിസർച്ച് ആൻഡ് ടെക്നോളജി കമ്പനീസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഇതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10-15 years ബാക്ക് ഒരു സ്റ്റെൻറ്റിൻ്റെ കോസ്റ്റ് അല്ല ഇന്നിപ്പം ഗവൺമെൻറ് അത് ക്യാപ്പ് ചെയ്ത് സ്റ്റെൻറ്റ്സ് ഒക്കെ വളരെ ചീപ്പാണ്. ആക്ച്വലി നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ 1/3 മൂന്നിലൊന്ന് മാത്രമേ ഇപ്പം കോസ്റ്റ് വരുള്ളൂ എവറി ഇയർ. ബിക്കോസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് കുറേ പ്ലെയേഴ്സ് വരുന്നു, മാനുഫാക്ചറിങ് ഫേംസ് വരുന്നു. സോ ദെയർഫോർ ദ കോസ്റ്റ് ആക്ച്വലി കുറഞ്ഞു വരുന്നുണ്ട്. ആൻഡ് പുതിയൊരു ടെക്നോളജി ഇറങ്ങുമ്പോൾ അതിന് കോസ്റ്റ് ഉണ്ടാവും. ഒരു 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കോസ്റ്റ് എന്തായാലും തീർച്ചയായും. ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ സ്ട്രെസ് റിലീസ് എന്ന് പറയുന്നുണ്ട്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. എല്ലാ ജോലിക്കും അതിൻ്റെ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ അത് റിലീസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, അല്ല അതിലൊരു റിലീഫ് എങ്ങനെ കിട്ടുന്നതാണ്. അതിന് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന മാർഗ്ഗങ്ങൾ എന്താണ്? ഒരാൾ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, എങ്ങനെ സ്ട്രെസ് റിലീസ്? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് തോന്നുന്നത് ഈ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇപ്പോൾ സ്ട്രെസ്സ് ഇപ്പം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കണ്ടിന്യൂസ്ലി രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങളെ ന്യൂസ് ബ്യൂറോയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ രാത്രി 12 മണിക്കാണ് പാക്കപ്പ് ചെയ്യുന്നത്, നിങ്ങൾ ഹാപ്പിയാണ്, ഓക്കെ, എന്ന് വീട്ടിൽ പോകുന്നു. ബട്ട് ഡിഡ് യു റിയലൈസ് ദാറ്റ് നിങ്ങൾ ആക്ച്വലി ഓവർ ബേർഡൻ ആയിരുന്നു എന്നുള്ളൊരു കാര്യം? അപ്പോൾ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. നമ്മളെ ജോലി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. പിന്നെ ആക്ച്വലി യു ഷുഡ് സ്റ്റോപ്പ്, ആലോചിക്കണം ദാറ്റ് നമ്മൾ ആ വർക്ക് അവേഴ്സും നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് ഇപ്പം നമ്മൾ വർക്കിംഗ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് സൈലൻ്റ്ലി ആണ് കുറേ ആൾക്കാർക്ക് സ്ട്രെസ് വരുന്നത്. അല്ലാണ്ട് ആ റിയലൈസേഷൻ ആണ് ഫസ്റ്റ് വേണ്ടത്. ഇതെനിക്ക് സ്ട്രെസ് ആണ് എന്നുള്ളത്. ദാറ്റ് ക്യാൻ ബി ഫിസിക്കൽ സ്ട്രെസ്, മെന്റൽ സ്ട്രെസ്. ഫിസിക്കൽ സ്ട്രെസ് നമ്മൾ എക്സസ് വർക്ക് ചെയ്ത് നമ്മളിപ്പം വർക്ക് ചെയ്ത് ജീവിതത്തിന്റെ ഭാഗമായി. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞാലേ നമ്മൾ റിയലൈസ് ചെയ്യുള്ളൂ. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാലാണ് നമ്മളിങ്ങനെ ചത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈ? എന്തിനാണ്? നല്ല ലൈഫിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ലൈഫ് ഇപ്പോൾ ഉണ്ടോ? ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് നമ്മൾ നിർത്തുന്നു, ആലോചിക്കുന്നു, പിന്നെ ദെൻ വി ക്യാൻ ഡിസൈഡ്. അത് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് വിടുന്നു, നമ്മൾ ഫാമിലീൻ്റെ ടൈം ചിലവാക്കുന്നു, കളിക്കാൻ പോകുന്നു, വെക്കേഷന് പോകുന്നു, പാട്ട് പാടുന്നു. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്.